അസ്സലാമലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നിപ്പോൾ എന്താ ഇപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ജനലിൻ്റെ ഉള്ളിൽ കൂടി നോക്കിക്കണമെന്ന് വരുന്നുണ്ടാവില്ല. ഒന്നുമില്ല മക്കളെ, പെരും മഴ, നല്ല മഴ വെച്ചാൽ നല്ല മഴ. അപ്പോൾ കുട്ടികൾക്ക് മഴ ആയിട്ട് പുറത്തേക്കൊന്നും ഇങ്ങനെ നോക്കണമെന്നൊരു ആഗ്രഹം ജയിച്ചത്. കുറേ നേരമായിക്കണോന് എന്ത് ചെയ്യണറിയോ, ഗ്യാസും കുറ്റി ഉണ്ടായിരുന്നു നല്ല നടത്തുന്നത് കാലത്ത് തന്നെ വെച്ചിന്. അതൊക്കെ നീക്കിയിട്ട് വാതിൽ തുറക്കാൻ നോക്കി, പക്ഷെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഓനെന്താ ലാസ്റ്റ് കാട്ടിയ പണി ജനൽ തുറന്നിട്ട് നോക്കി കാണുന്ന കേട്ടോ. അപ്പോൾ ആ പാത്തൂസിന് തന്നെ നല്ല സന്തോഷമായിട്ടുണ്ടല്ലേ. പാത്തുക ഒരു ആയി കൊടുത്ത പാത്തു വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പൊ നിങ്ങളും കണ്ടോളിട്ടോ. നമ്മളിവിടുത്തെ മഴ പെരും മഴയാണ്, എല്ലാവരും ഒന്ന് കണ്ടോക്കിട്ടോ. ഹായ് മഴ മഴ കുട കുട മഴ വന്നാൽ തൊപ്പിക്കൊട. നിച്ച് പാട്ട് വരുന്നതാണ് തൊപ്പിക്കൊട. പോപ്പിക്കുട എന്നാ പറയാ. അപ്പൊ ഓൻ പറയാ തൊപ്പിക്കൊട. അപ്പൊ മഴ മഴ കുട കുട മഴ വന്നാൽ പോപ്പിക്കുട. അപ്പൊ ഞങ്ങള് സ്കൂൾക്ക് കൊടയൊന്നും വാങ്ങിയിട്ടില്ലല്ലേ. നമുക്ക് കൊടയും ബാഗും സ്ലൈറ്റും ബുക്കും പെൻസിലും എല്ലാം വാങ്ങാൻ ഒരു ദിവസം പോകണം. മഴക്കാലൊക്കെ തുടങ്ങി. സ്കൂളിൽ പോകുമ്പോ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഇങ്ങനെ മഴയത്ത് ഇങ്ങനെ നടന്നു പോവുകയാണ് സ്കൂൾക്ക്. ഇന്നില്ല കുട്ടികൾക്ക് ഒരു ഭാഗ്യം ഉണ്ടല്ലോ. എന്താ മഴയത്ത് നടന്നു പോകും. ആരും ഇന്നില്ല കുട്ടികൾ ആരും നടക്കാൻ കിട്ടൂല. ഒക്കെ അങ്ങനെ പോകുക. വണ്ടിക്ക് ഉമ്മരത്തുനിന്ന് വണ്ടിയിലാണ് കയറിയിരിക്കുക, സ്കൂളിൽ പോയിട്ട് ഇറങ്ങാം. ഞങ്ങളൊക്കെ എങ്ങനെയാലും അറിയോ നിച്ചുമോനെ, നടന്നു പോയിട്ട് വെഹിക്കലൊക്കെ ഉണ്ട്. അന്നൊക്കെ ഒരു കരമ്പാടത്ത് കൂടി റോഡൊന്നും ഇല്ല. അതേപോലെ എന്നിട്ടില്ലേ ഇങ്ങനെ റോഡൊന്നും ഉണ്ടായില്ല. ആ വരമ്പ് പോലെ ചെറിയ വരമ്പുകളൊക്കെ കരയുമ്പോൾ കൂടി ഇങ്ങനെ പോകും. ചിലപ്പോൾ വെക്കി പോകും. എന്നിട്ട് ഉമ്മച്ചിൻ്റെ പാവടെല്ലാം ചളിയാവും, നനയും എല്ലാം ചെയ്യും. എന്നിട്ട് ഉമ്മച്ചിട്ട് അതും കഴുകിക്കാണ്ട് വീണ്ടും സ്കൂളിൽ പോകും. അങ്ങനെയൊക്കെ ഞങ്ങളൊക്കെ പഠിച്ചാൻ പോയിന്. കുറേ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ പഠിച്ചാണ്. നിങ്ങൾക്കിപ്പോൾ നല്ല സൗകര്യങ്ങളാണ്. എന്താ വണ്ടി ഉമ്മരത്തുനിന്ന് അങ്ങോട്ട് കയറി സ്കൂളിൽ പോയി എന്നിട്ട് അതുകൊണ്ടാണ് ഇന്നില്ല കുട്ടികൾ ഇങ്ങനെ കേടുവരുന്നത്. സ്കൂളിൽ പോയാൽ സൗകര്യങ്ങളും ഒരിക്കലും ഇത് നോക്കാനും ഇതിനൊക്കെ ഒരിക്കൽ സൗകര്യം ഇങ്ങോട്ട് ഇന്നത്തെ കാലത്ത് കൂടുതലാണല്ലോ. അതുകൊണ്ട് കുട്ടികളൊക്കെ ഇങ്ങോട്ടേ പറഞ്ഞതേക്കാതാവുന്നത്. അങ്ങനെ കുറച്ചൊക്കെ ത്യാഗങ്ങൾ സഹിച്ച് സ്കൂളിലും മദ്രസിലൊക്കെ പോയി പഠിക്കണം. അപ്പോഴാണ് ആ പഠിപ്പിനൊരു വിലയുള്ളൂ. ഇന്നിപ്പോൾ എന്താ അറിയാം, എന്ത് പഠിച്ചിട്ടില്ലെങ്കിൽ ജയിച്ചാണേ 1 മുതൽ 10 വരെയുള്ള കുട്ടികളൊക്കെ ജയിച്ച. അങ്ങനെ പാടില്ല. കുട്ടികൾ മയത്ത് വരുന്നുണ്ടെന്ന് ഒരു കുട്ടികൾ വരുന്നുണ്ട്. പഠിച്ചിക്കണമെങ്കിൽ മാത്രം ജയിപ്പിക്കണം. അങ്ങനത്തെ ഒരു പരിപാടി വരണം, എന്നാലേ കുട്ടികൾ ശരിയാവും. ഇതൊന്നും പരീക്ഷക്ക് പഠിക്കൂല. ജയിച്ചു, അത് ഞങ്ങൾ ജയിച്ചു എന്നങ്ങ് പറയും. പിന്നെ ഇപ്പം എന്താ, ഇപ്പം നിങ്ങളെല്ലാവരും കണ്ടില്ലേ നമ്മളിവിടുത്തെ മഴ. ഞങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാതിട്ട് ഒന്ന് വീഡിയോ എടുക്കാതിട്ട് വന്നതാണ്. ഇപ്പം ഒരു കുട്ടിയത് ഇങ്ങനെ നടന്നു വരുന്നതൊക്കെ ഈ ചെറുതിങ്ങനെ പൂതിയാണുണ്ടോ അങ്ങനെ പോവാൻ? മഴയത്ത് പോകാൻ പൂതിയുണ്ടോ? ഓൻ വെള്ളത്തിൽ ഇതേപോലെ ഞങ്ങളൊക്കെ സ്കൂളിൽ പോയി അന്ന് കളിച്ചിരുന്നില്ലേ. ഹായ് ബിസ്ക്കറ്റെല്ലാം വാങ്ങി തരികയല്ലേ പീടിയിൽ പോയിട്ട് ഉണ്ടാക്കാം. നിച്ചുവിനിപ്പോൾ മാൾത്താത്തയുടെ ആണെങ്കിൽ ഓൻ പുറത്തു കൂടി ഇല്ല ഓട്ടാക്കാര. അതുകൊണ്ട് അമ്മച്ചിപ്പോൾ മാൾത്താത്തയുടെ പെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലാണെങ്കിൽ നിച്ചുമോൻ എന്താ ചെയ്യുക അറിയോ? അപ്പോൾ അവിടെ പിന്നെ വാതിൽ അങ്ങനെ കുറ്റിയിട്ട് ഇരിക്കൊന്നുമില്ലല്ലോ. പൂമൂത്തിൻ്റെ അടിയെ അല്ലെങ്കിൽ അടുക്കളൻ്റെ അടിയെല്ലാം ഇറങ്ങിക്കാണ്ട് ഓൻ മയത്ത് ഇങ്ങനെ കൈയും കാട്ടി നിൽക്കുന്നുണ്ടാവും. ലച്ചാ അല്ലെങ്കിൽ തോണി ഉണ്ടാക്കി വിടുന്നുണ്ട്. അതെന്താ പൊന്ന അത് ചെറിയിലെന്താ ഉമ്മ കേൾക്കും തോണി ഉണ്ടാക്കാൻ. ഞങ്ങൾ പണ്ടിലെ കാലത്തേ സ്കൂൾ പോയിരുന്ന സമയത്തേ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ വെച്ചുണ്ടാക്കി കഴിച്ചാൽ പാത്രം ഇതൊക്കെ ഉണ്ടാക്കി. പാത്രമൊക്കെ ഉണ്ടാക്കാനും പിലാവിൻ്റെ ഇല ഉണ്ടാക്കാനും. നിങ്ങൾ സ്കൂളില്ലാത്ത സമയത്ത് ഇപ്പം കുട്ടികൾ എന്താ ചെയ്യുക? അതൊന്നേ പിന്നെല്ലാം കുട്ടികൾ എന്താ ചെയ്യുക അറിയോ? ഫോണുമ്മ തോണ്ടി കളിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും ഉണ്ടാക്കാനും അറിയില്ല. നിങ്ങൾക്ക് വെറും ചോറും കൂട്ടാനും തിന്നാനും തോണ്ടാനും തന്നെ അറിയുള്ളൂ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾ. ഉണ്ടാവും അന്തിക്ക് നിച്ചോ തവള കരയണു പേക്രോന്ന് പറയും. എന്നാൽ അന്തിക്ക് നല്ല കരച്ചിലാക്കാൻ. അതേപോലെ ഇനി മഴ നിന്ന് കഴിഞ്ഞാൽ പാറ്റ ഉണ്ടാവുമല്ലോ. പാറ്റ ഒന്നായിട്ട് പൊടിയും ചെയ്യും.
കാരണം ഈ നേരത്ത് മഴ ആയാലും അങ്ങനെ ഒരു കേടുണ്ട്. മഴ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഞങ്ങൾ ഇന്നത്തെ മഴ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക,